അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉച്ചയ്ക്കാണ് എണീറ്റത് തന്നെ. ഉച്ചയ്ക്ക് എണീറ്റ ശേഷം ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്കും നല്ല മട്ടൻ കറി ഉണ്ടാക്കുന്നു. അപ്പോൾ മട്ടൻ്റെ കുടലെവിടെ എന്നിങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേക്കും കുടലൊക്കെ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ നാളത്തേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് നാളത്തേക്ക് മാറ്റണ്ട, ഇന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് കുടലിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞ് വഴറ്റി വെച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങയും പഞ്ചസാരയല്ല, തേങ്ങയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ മിക്സ് ഈ ഇതിലോട്ട് സവാള വഴറ്റി വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ട് മിക്സാക്കി വെച്ച്, എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുടലല്ലേ പകുതി ഹാഫ് കുക്ക്ഡും ആണല്ലോ എന്ന് കരുതിയിട്ട് അതേപോലെ എടുത്തങ്ങ് തട്ടിയപ്പോഴാണ് മനസ്സിലായത് അരിഞ്ഞില്ലായിരുന്നു. ഫ്ലോപ്പായി. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അടുത്ത് അരിയാനുള്ള പരിപാടി നോക്കി. അരിയാൻ നല്ല സമയമെടുത്ത്, പോരാത്തതിന് നല്ല സ്മെല്ലുമായിരുന്നു. എനിക്ക് എന്തോ അങ്ങോട്ട് പറ്റിയില്ല. എന്നാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. പകുതി വരെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിനിടയ്ക്ക് മിച്ചുവിന് മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് മാംഗോ ജ്യൂസ് ഉണ്ടാക്കി ഉമ്മേനെ കുടിപ്പിച്ചെന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അതൊക്കെ കുടിപ്പിച്ച് കൊടുത്ത ശേഷം നോക്കിയപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കിടക്കുന്നു. അങ്ങനെ ആ പാത്രങ്ങൾ അത്രയും കഴുകി വെച്ച്, ഉമ്മാക്ക് വയ്യാത്തത് കൊണ്ടിട്ട് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഉമ്മാക്കൊക്കെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന്. അപ്പോൾ അത് കാരണം എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീണ്ടും കുടൽത്തോടിൻ്റെ പരിപാടിയിലോട്ട് കടന്ന് ആ മിക്സ് ചെയ്ത സാധനങ്ങളും എല്ലാം കൂടി എടുത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് അതിനെടുത്തു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിനെ വറ്റിച്ച്. പിന്നീട് സാലഡ് ഉണ്ടാക്കാം. എനിക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും പുളിപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാലഡും ഉണ്ടാക്കി വെച്ചിട്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. അകത്തിരുന്ന ഫോൺ കാണണം, ഫോൺ കണ്ടാലേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമാണ്. അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോയി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് മിച്ചുവിൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ട്. നൈസും ഉണ്ടായിരുന്നു. നൈസുവിനും കൂടി ചോറ് കൊടുക്കാനാണ് ഏറ്റവും വലിയ പാട്. എല്ലാവർക്കും അറിയാം, ഈ പ്രായത്തിലുള്ള പിള്ളേരുള്ള എല്ലാവർക്കും അറിയാമല്ലോ. അതിനിടയ്ക്ക് ബ്ലൂടൂത്ത് സ്പീക്കർ വേണമെന്ന് പറഞ്ഞ് അതുണ്ടെങ്കിലേ ചോറ് കഴിക്കുള്ളൂ. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ചോറ് കഴിപ്പിച്ച ശേഷം പിന്നെ അടുത്ത പുന്നാരിപ്പാണ് പുറത്ത് നിന്ന് കുളിക്കണം. പിന്നെ പുറത്ത് നിന്ന് ഒരാഗ്രഹം അല്ലേ, പുറത്ത് നിന്ന് ഇപ്പോഴല്ലേ പുറത്ത് നിന്ന് കുളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുളിക്കാൻ പറഞ്ഞപ്പോൾ അപ്പം നൈസുവിനും കുളിക്കണം. പിന്നെ നൈസുവിനെയും കുളിപ്പിച്ച് അകത്ത് കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നൈസും അഫീലായും പോയി. ഞാനും കുളിച്ചിറങ്ങി തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയി. തുണി കഴുകാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കല്ല് നിറയെ അഴുക്കായിരുന്നു. പിന്നെ അത് ആദ്യം കഴുകിയിട്ടിട്ട് പിന്നെ കുറച്ച് തുണിയും കഴുകിയിട്ട് അതിനിടയ്ക്ക് മിച്ചു വന്ന് നല്ലോണം വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. വെള്ളത്തിൽ കളിക്കല്ലേടാ, പുറത്ത് അത്രയും നനയുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ പിള്ളേരല്ലേ,